ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ്. ഇപ്പൊ ഞാൻ ഇന്നിവിടെ തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ അറിയാം, തെർമോഡൈനാമിക്സിലെ തിയറി പാർട്ടിലുപരി നമ്മളെ ക്വസ്റ്റ്യൻസ് കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചോദിക്കുന്ന ചാപ്റ്റർ തന്നെയാണ് തെർമോഡൈനാമിക്സ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അടക്കം വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ. എ സിസ്റ്റം absorb 600 ജൂൾ ഓഫ് എനർജി വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക്. അവിടെ ഈ സിസ്റ്റം 600 ജൂൾ എനർജി വലിച്ചെടുക്കുന്നുണ്ട്, എന്നാൽ ഒരു വർക്കും ചെയ്യുന്നുമില്ല. നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇന്റേണൽ എക്സ്പ്രഷൻ നമുക്ക് അറിയാം, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് ഡബ്ല്യു അല്ലെ. തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് ഡബ്ല്യു. അവിടെ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്, W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ് അല്ലെ. അപ്പൊ അത് ഓൺ ദ സിസ്റ്റം ആണോ ബൈ ദ സിസ്റ്റം ആണോ എന്നൊക്കെ അറിയണം. അപ്പൊ അറിഞ്ഞിരിക്കുക, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് പറഞ്ഞല്ലോ അല്ലെ. ഞാനൊരു സിസ്റ്റം ആണെന്ന് കൺസിഡർ ചെയ്യും. ഞാനൊരു സിസ്റ്റം ആണ്. അപ്പൊ ഞാൻ ഹീറ്റ് വലിച്ചെടുക്കുവാണ്, സറൗണ്ടിങ്ങിൽ നിന്ന് ഞാൻ ഹീറ്റ് വലിച്ചെടുക്കുവാണ്. ഞാനൊരു സിസ്റ്റം എന്ന് പറഞ്ഞു, ഞാൻ ഹീറ്റ് വലിച്ചെടുക്കുവാണ്. അപ്പൊ അതെനിക്ക് കിട്ടുന്ന പോസിറ്റീവ് ആണ് അല്ലെ. ഞാൻ ഹീറ്റ് വലിച്ചെടുക്കുവാണല്ലോ, അപ്പൊ Q പോസിറ്റീവ് ആയിരിക്കും. ഇനി അതല്ല, ലിബറേറ്റ് ചെയ്യുവാണ്, ഞാൻ സിസ്റ്റമാണ്, ഞാൻ ഹീറ്റ് ലിബറേറ്റ് ചെയ്യണം, പുറത്തോട്ട് കളയുവാണ്. അങ്ങനെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ Q നെഗറ്റീവ് ആയിരിക്കും, എനിക്ക് നഷ്ടമാണ്. സൈൻ കൺവെൻഷൻ കറക്റ്റ് മനസ്സിലാക്കി വെക്കണേ. നമ്മളെ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുവാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്, നമ്മളെ സിസ്റ്റം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുവാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. അതേപോലെ തന്നെയാണ് വർക്കിന്റെ സൈൻ കൺവെൻഷനും. അതായത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് അല്ലെ. നമ്മുടെ സിസ്റ്റത്തിന്റെ മുകളിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഇപ്പൊ ഞാൻ സിസ്റ്റമാണ്, എൻ്റെ മുകളിലേക്ക് ആരെങ്കിലും വർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ എൻ്റെ പണി വേറെ ആൾ ചെയ്യുന്നത് എനിക്ക് അല്ലേ ഒരു പോസിറ്റീവുള്ള കാര്യം തന്നെയാണ്. അപ്പൊ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഇനി വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിലോ, ഞാനാണ് പണിയെടുത്ത്, ഞാൻ സിസ്റ്റം ആണല്ലോ, ഞാനാണ് പണിയെടുത്തുന്നുണ്ടെങ്കിൽ അത് എനിക്ക് നെഗറ്റീവ് ആണ് അല്ലെ, എനിക്ക് നഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ സൈൻ കൺവെൻഷൻ ഓർത്ത് വെക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വാ. ഇവിടെ Q തന്നിട്ടുണ്ടല്ലോടാ അല്ലെ. സിസ്റ്റം അബ്സോർബ് ചെയ്യുന്നത് Q 600 ജൂൾ ഓഫ് എനർജി ആണ്. 600 ജൂൾ ആണല്ലോ. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് അറിയണം. ഇതാ ഇവിടെ അബ്സോർബ് തന്നിട്ടുണ്ട് അല്ലെ. സിസ്റ്റം അബ്സോർബ് ചെയ്യുവാണ്, നമ്മൾ ഈ എനർജി അബ്സോർബ് ചെയ്യുവാണല്ലോ. അബ്സോർബ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞു സിസ്റ്റത്തിന് പോസിറ്റീവ് ആയ കാര്യമാണ്. നമ്മളെ ഹീറ്റ് പോസിറ്റീവ് അല്ലെ, ഹീറ്റ് പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് 600 ജൂൾ ആണ്. ഇനി വർക്ക് ഡണിലേക്ക് വാ. വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക് എന്നാണ്. അതായത് W 0 ആയിരിക്കും അല്ലെ, ഒരു വർക്കും ചെയ്യുന്നില്ല. അങ്ങനെ ഡെൽറ്റ യു കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ അല്ലടാ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു അല്ലെ പ്ലസ് 600 പ്ലസ് 0 വരും. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 600 ജൂള് കിട്ടും. ഓക്കെ, 600 ജൂളാണ് നമ്മളെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വാ. ദ വോളിയം ഓഫ് എ സിസ്റ്റം ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 2 ലിറ്റർ ടു 6 ലിറ്റർ ബൈ അബ്സോർബിംഗ് 500 ജൂൾ ഓഫ് എനർജി അറ്റ് 1 bar പ്രഷർ. കാൽക്കുലേറ്റ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം. ഇന്റേണൽ എനർജി കാണാൻ തന്നെയാണ്. അപ്പൊ ഇന്റേണൽ എനർജിന്റെ എക്സ്പ്രഷൻ നമുക്ക് അറിയാം, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W എന്നാണ്. ശരിയാണല്ലോ അല്ലെ. ഇനി Q എത്രയാണ്, W എത്രയെന്ന് അറിയണം. Q എത്രയാടാ? Q is equal to volume of a system increased from 2 liter to 6 liter by absorbing 500 joule. 500 joule അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മുടെ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇത് ഇയാൾ അബ്സോർബ് ചെയ്യുവാണല്ലോ. അബ്സോർബ് ചെയ്യുവാണെങ്കിൽ പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണ് വരുന്നത്. ശരിയാണല്ലോ അല്ലെ. സിസ്റ്റം അബ്സോർബ് ചെയ്യുവാണ്, സിസ്റ്റത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സിസ്റ്റം അബ്സോർബ് ചെയ്യുന്നത്. Q കിട്ടി. ഇനി നമ്മളെ വോളിയം നിന്നിട്ടുണ്ട് V1. ഇനീഷ്യൽ വോളിയം 2 ലിറ്റർ ആണ്. ഫൈനൽ വോളിയം ഞാൻ V2 എന്ന് കൊടുത്തു 6 ലിറ്റർ ആണ്. പിന്നെന്താ തന്നെ പ്രഷർ വന്നിട്ടുണ്ട്. പ്രഷർ 1 bar ആണ് അല്ലെ. 1 bar ആണ് പ്രഷർ വന്നത്. കാൽക്കുലേറ്റ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം. നേരെ ക്വസ്റ്റ്യനിലേക്ക് വാ. ഇവിടെ Q പോസിറ്റീവ് ആണല്ലോ അല്ലെ. Q ഞാൻ കൊടുത്തു 500 എന്ന് കൊടുത്തു. പ്ലസ് W കാണാനുള്ള അല്ലെ, എക്സ്പാൻഷൻ വർക്ക് കാണാനുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. W ഈസ് ഈക്വൽ ടു മൈനസ് P ഇൻറ്റു ഡെൽറ്റ V എന്നായിരുന്നു ഇന്ത്യൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പൊ അത് നേരെ കൊടുത്തു കഴിഞ്ഞാൽ P നമുക്ക് അറിയാം 1 ആണ് അല്ലെ. -1 ഇൻറ്റു ഡെൽറ്റ V എത്രയാടാ? ചേഞ്ച് ഇൻ വോളിയം 6 - 2 എന്ന് വരും അല്ലെ. 6 - 2 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 500 - 1 ഇൻറ്റു 4 എന്ന് വരും. 1 ഇൻറ്റു 4. എടാ ഇവിടെ 1 bar അല്ലേ, ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യണം കേട്ടോ, ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 bar എന്ന് പറഞ്ഞാൽ 100 ജൂളാണ്, 100 ജൂളാണ്. അതേമാതിരി 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 ജൂളാണ്. അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. 500 - 1 ഇൻറ്റു 4 ഇൻറ്റു 100 എന്ന് വരും അല്ലെ, 100 എന്ന് വരും. എഴുതി വെച്ചു. 500 - 400 വരും. 100 ജൂൾ. എടാ 100 ജൂളാണ് ഉത്തരം കിട്ടുന്നത് കേട്ടോ. ചേഞ്ച് ഇൻ ഇന്ത്യൻ എനർജി 100 ജൂൾ ആയിരിക്കും. ഓക്കെ,